100 കോടി അടിക്കാൻ പോവുകയാണ്. 150 കോടി പോകുമ്പോൾ കാര്യം അമ്മാതിരി പെർഫോമൻസാണ് നേരം എടുത്ത് പറയാൻ വെച്ചാൽ നമ്മുടെ യൂത്തന്മാരെയും കാട്ടി യൂത്തന്മാരാണ് ഓരോ മോഡലിംഗ് ഡ്രസ്സുകളായിട്ട് കയറുന്നത്. പക്ഷേ ഇയാൾ എന്തോന്നാണ് വേറെ ലെവല് ഓരോ ഡ്രസ്സൊക്കെ ഇട്ട് വരമ്പണ്ടല്ലോ. എൻ്റെ അമ്മോ സത്യം പറഞ്ഞാൽ കോരി തരിച്ചു പോണ്. കൊതിയാണ് തോന്നണം. കൊതി തോന്നുകയാണ്. അങ്ങനത്തെ അടാറ് ഗ്ലാമർ ലുക്ക ഹെവി ലുക്ക്. ഡയറക്ടറിനെ നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമാണ്. കാര്യം ഫസ്റ്റ് പടം പറയൂല. അതാണ് മമ്മൂക്ക എന്നുള്ളൊരു മഹാനായ നടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പുതിയ ഡയറക്ടർമാർക്ക് ഒരുപാട് അവസരങ്ങൾ കൊടുക്കുന്ന ഒരാളാണ് മമ്മൂക്ക. അതാണ് മമ്മൂക്കയുടെ വിജയം എന്ന് പറയുന്നത്. മമ്മൂക്കൊക്കെ അറിയാം പുതിയ ഇപ്പോഴുള്ള പയ്യന്മാർക്ക് എല്ലാവരും യൂത്ത് തലമുറകൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ മമ്മൂക്കനെ വെച്ച് ഒരു പടം ചെയ്യണമെന്ന് മമ്മൂക്ക പറയും. ധൈര്യമായിട്ട് ചെയ്യാൻ പറയാം. അയാൾക്കറിയാം ആ പടം വിജയിക്കുമെന്ന്. അതേപോലെ തന്നെ ജോർജിനെ പോലെ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയ ഒരുപാട് ആർട്ടിസ്റ്റുകളെ കൈപിടിച്ച് കയറ്റിയിട്ടുണ്ട് മമ്മൂക്ക. അസീസിനെ അവരെ ഇപ്പം കയറ്റിയല്ലോ ഒരുപാട് അവസരം. അതേപോലെ നമ്മൾ ആറാട്ടാണ് ഭയങ്കര ലാലേട്ടൻ ഫാനും കാര്യങ്ങളൊക്കെയാണ്. ഇതോരായിട്ട് ലാലേട്ടന് ഇങ്ങനെ ഒരു മമ്മൂക്ക മെഗാസ്റ്റാറിൻ്റെ പടത്തിൽ ഒരു ഫ്രെയിമിൽ കാണിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മമ്മൂക്ക തന്നെയാണ് അവസരം കൊടുത്തത്. അതിനുള്ള വഴിയും കാണിച്ചു കൊടുത്തു മമ്മൂക്ക. ഇനി ആറാട്ടാണ് വേറെ ലെവലാണ്. എല്ലാവരും പള്ളം അതും ഇതൊക്കെ എല്ലാം പറഞ്ഞുകൊണ്ട് നടന്നതാണ്. ഈ പറഞ്ഞ ഞാൻ വരെ പറഞ്ഞുകൊണ്ട് നടന്നതാണ്. പക്ഷേ മമ്മൂക്ക അങ്ങനെ ഒരു അവസരം കൊടുക്കും. നാളെ എനിക്കും അങ്ങനെ ഒരു പ്രതീക്ഷ കിട്ടുമെന്ന് എനിക്കൊരു ഉറപ്പും എൻ്റെ മനസ്സിൽ മാത്രമേ ഉള്ളൂ. എന്നാലും അത് നമുക്ക് കിട്ടി കഴിഞ്ഞാൽ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അത്രേ ഉള്ളൂ. പക്ഷേ അമ്മാതിരി അളയോ ക്ലൈമാക്സൊക്കെ ഒരു രക്ഷയില്ല അളയോ. വിചാരിച്ചില്ല അവിടെ പടം ഹൈപ്പില്ലാതെ വന്ന് വിഷു അടിച്ചുകൊണ്ട് പോയി. മമ്മൂക്ക തൂയിക്കൊണ്ട് പോയി. നമ്മുടെ ഫാൻസാ നമ്മളെ പോലെ എല്ലാവർക്കും ഉള്ളതാണ്. അങ്ങനെ പറയലില്ല. അപ്പം മലയാളികൾക്ക് പിന്നെ നമ്മളെ മലയാള സിനിമ ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ നടന്മാരെ കൊണ്ടേ പറ്റുള്ളൂ. പക്ഷെ ഇത്രയും പക്ഷേ മമ്മൂക്ക പറയുന്നുണ്ട് അഭിനയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് പ്രേമമാണ്. അതിൻ്റെ കൂടെ പ്രേമമാണ് അഭിനയം. പ്രാന്ത് എൻ്റെ അമ്മ അതേപോലെയാണ് അഭിനയിക്കുന്നത്. ഇപ്പോഴുള്ള യാത് പയ്യന്മാർ മോഡലിൽ ചെന്ന് കഴിഞ്ഞാലും മമ്മൂക്ക ഒരു ഡ്രസ്സ് ധരിച്ച് വന്നു കഴിഞ്ഞാൽ യൂത്ത് തന്നെ ആ റേഞ്ച് പിടിക്കുക ആർക്കും പറ്റില്ല മക്കളെ. അതാണ് വേണം. അക്ഷരങ്ങൾ അടിച്ചു കൂട്ടി നീ പഠിച്ച ഇന്ത്യയല്ല ഞാൻ പഠിച്ച ഇന്ത്യ. ആദ്യം അങ്ങനെ പഠിച്ചിട്ടുവാ.